മമ്മി മമ്മി ഞാൻ ഇറങ്ങുവാണേ. ഓ അവിടെ നിക്കേ, ഇതൂടെ കൊണ്ടുപോ, ഇതൂടെ കൊണ്ടുപോ. ഇതെന്താ മമ്മി? ആഹാരം അത് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എടി എനിക്കും ആഗ്രഹമില്ല എടി, ഞാൻ തരുന്ന നിനക്കൊന്ന് കഴിച്ചു കാണണോന്ന്. ശരിയേ. ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? ഇന്നലെ പറഞ്ഞ എന്ത് കാര്യം? ടോമിന്റെ കാര്യം. ടോമിന്റെ കാര്യം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, അത്ര തന്നെ. അപ്പൊ എലിസബത്തിന്റെ വീട്ടിലോട്ടായിരിക്കും പോകുന്നല്ലേ? അതൊന്നും തീരുമാനിച്ചില്ല മമ്മി. ടോം എന്ത് പറയോ അതനുസരിക്കണം, അത്ര തന്നെ. അല്ലെ പിന്നെ നിങ്ങൾ ടോമിന്റെ വീട്ടിലോട്ടൊക്കെ പോയി താമസിക്കേ? അതൊന്നും നടക്കത്തില്ല മമ്മി. അവിടുത്തെ പപ്പയുടെ മുന്നിൽ എനിക്ക് വേറൊരു പേരാ. ഞാനാണ് ജെസ്സിന്ന് പോലും അവിടുത്തെ പപ്പയ്ക്ക് അറിയത്തില്ല. അതാ ജിനിച്ച് ഒപ്പിച്ച പണിയുവാ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ആ എലിസബത്തിന്റെ വീട്ടിൽ ചെന്ന് താമസിക്കുക. അതാകുമ്പോ അവര് നിങ്ങൾ ചെല്ലുന്ന ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യും. ഞങ്ങൾക്കും അത് തന്നെ ഇഷ്ടം. പക്ഷെ ടോം എന്താ പറയുന്ന അറിയത്തില്ലല്ലോ. മാത്രമല്ല എനിക്കാകുമ്പോ ആ വീണ്ടും അവിടെ പോയി താമസിച്ചിട്ട് രണ്ടും കൂടെ അടി വെച്ചേച്ച് വീണ്ടും പെണെങ്കിൽ ഇവിടെ നിൽക്കാന്. ഇതേ പെണ്ണെ, മര്യാദയ്ക്ക് താമസിക്കാനാണെങ്കിൽ മാത്രം അങ്ങോട്ട് പോയച്ചാൽ മതി, അല്ല നീ പോകണ്ട അവന്റെ കൂടെ. ഇത് കൊള്ളാലോ, ആദ്യമായിട്ടാണ് ഒരാൾ ഭീഷണിപ്പെടുത്തി സമാധാനപ്പെടുത്തുന്നത്. ഇടി കൊച്ചേ, അല്ല ടോമിന്റെ അമ്മ വിളിച്ചില്ലായിരുന്നോ? ആരെ? എന്നെ. വിളിച്ചായിരുന്നോ? പിന്നെ എന്നിട്ട് എന്നാ പറഞ്ഞില്ലേ? ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു നീ വെഡിങ് ആനിവേഴ്സറിക്ക് ചെന്ന കാര്യം. അവർക്ക് ഭയങ്കര സന്തോഷമാണ് നീ ചെന്നതിന്. മമ്മിക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. 100 നോക്ക് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അവള് വന്നു എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം. നല്ല സ്നേഹമുള്ള സ്ത്രീയല്ലേ? ഇതൊരു കല്യാണമായിട്ട് അങ്ങ് നടന്നിരുന്നെങ്കിൽ എല്ലാം നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു. എനിക്കും കല്യാണമൊക്കെ കഴിക്കണം തന്നെ മമ്മി ആഗ്രഹം. അതാകുമ്പോ കൊറേ സ്വർണ്ണമൊക്കെ ഇട്ടോണ്ട് അങ്ങ് പോകാമല്ലോ. അയ്യോ എന്നതാ വലിയ തമാശയൊക്കെ. ആരുടെയോ കല്യാണക്കാര്യം പറഞ്ഞു കേട്ടല്ലോ. ആരുടെ കല്യാണ? അല്ല എനിക്കൂടെ അറിയാവുന്ന വല്ലവരാണോ? ആണെങ്കിലേ 2 മാസത്തേക്ക് എനിക്ക് കൊണ്ട് വരാൻ പറ്റത്തില്ല കേട്ടോ. പാർട്ടിയുടെ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ കൊണ്ടുകൂടെ പോയാൽ മതി. അതിവിടെ കൂട്ടുകാരുടെ കല്യാണമാ. ആണോ? എന്നിട്ട് കേക്കട്ടെ. അല്ല പപ്പയ്ക്ക് അറിയാൻ വഴിയില്ല കൂട്ടുകാരിയെ. പറ. അതിപ്പോ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരോള് ചോടി പോയി കല്യാണം കഴിച്ചു. അപ്പൊ നിന്റെ സ്വഭാവം തന്നെ കൂട്ടുകാരിക്കും. അവര് 10 ദിവസം കഴിഞ്ഞപ്പോ ബന്ധം ഏർപ്പെടുത്തി. അപ്പൊ നിന്റെ കൂട്ടുകാർ തന്നെ. കൊള്ളാം കൊള്ളാം. ആ കൊച്ചിന്റെ കല്യാണത്തിനാണ് വീണ്ടും ഞങ്ങൾ പോകുന്നത്. ഇവർക്കൊക്കെ എന്നാത്തിന്റെ കേടാ? ഒളിച്ചോടുക, കല്യാണം കഴിക്കുക, പിന്നെ വേർപിരിയുക, പിന്നെ വീണ്ടും കല്യാണം കഴിക്കുക. ഓ കാലം പോയപ്പോ. ഓക്കെ. അല്ല ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം തികച്ചും പച്ച മലയാളത്തിൽ പറഞ്ഞ സംസ്കാര ശൂന്യത. അതേ എനിക്കിതേ കുറിച്ച് പറയാനുള്ളൂ. അല്ലെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? കല്യാണം കഴിക്കുക, ഒളിച്ചോടുക, കല്യാണം കഴിക്കുക. എന്തോന്ന് ഇത്? ചിരിക്കാതല്ല എന്തോ ഇത് പറയാനാ? മോള് വയ്ക്കോ. ഒളിച്ചോടുന്നവരുടെ എല്ലാവരുടെയും വിധി അവസാനം ഇങ്ങനെ തന്നെ കേട്ടോ. ബന്ധം വേർപിരിയും. അല്ല നിനക്കിതേ കുറിച്ചൊന്നും പറയാനില്ലേ? ഞാൻ എന്തോന്ന് പറയാനാ? അവര് കല്യാണം കഴിക്കട്ടെ. ഒളിച്ചോടുന്നു, കല്യാണം കഴിക്കുന്നു, വേർപിരിയുന്നു, പിന്നെയും കല്യാണം കഴിക്കുന്നു. എന്തോന്ന് ഇത്? ചിരിക്കാതെ എന്തോ ചെയ്യും? നിനക്ക് ചിരിക്കുകയൊന്നും വേണ്ട ഇതിന്. അതല്ലേ കുറച്ചു മുമ്പ് ഞങ്ങൾ ഇരുന്ന് ചിരിച്ചത്. ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കാം. എനിക്ക് അടുക്കള കുറച്ച് പരിപാടി. ഞാൻ ചിരിക്കും.